വെൽക്കം, തഹ്മനാണ്. സെൽ ഇഞ്ചുറി പെത്തോളജി വീഡിയോ സീരീസിൽ ഇത് 5ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പറയാം അപ്പോപ്റ്റോസിസിനെ കുറിച്ചിട്ടാണ്. റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി അല്ലെ. റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയിൽ എന്താ സംഭവിക്കുക? സെൽ ഡെത്ത് ഉണ്ടാവണമെങ്കിൽ സെൽ ഡെത്ത് ക്യാൻ ബി ഓഫ് 2 reasons. 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അപ്പോപ്റ്റോസിസ് ആണ്, രണ്ടാമത്തത് നെക്രോസിസ്. സോ ഇങ്ങനെയാണ് സെല്ല് ചാവുക. സോ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയേണ്ടത് അപ്പോപ്റ്റോസിസിനെ കുറിച്ചിട്ടാണ്. സോ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയേണ്ടത് ഒന്ന്, അപ്പോപ്റ്റോസിസിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം. സോ ഡെഫിനിഷൻ ഓഫ് അപ്പോപ്റ്റോസിസ് എന്ന് പറയണം. 2, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അപ്പോപ്റ്റോസിസ് ഒന്ന് പറഞ്ഞു പോകണം. ഫിസിയോളജിക്കൽ അപ്പോപ്റ്റോസിസ് എന്താണ്, പാത്തോളജിക്കൽ എന്താണ് എന്നുള്ള കാര്യം പറയണം. 3ാമത്തെ ഇമ്പോർട്ടൻ്റ് ഈസ് മെക്കാനിസം ആണ്. മെക്കാനിസം ഓഫ് അപ്പോപ്റ്റോസിസ് നമുക്ക് പറയുമ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ പറയണം, ഇൻട്രിൻസിക് പാത്വേ പറയണം. രണ്ടും കൂടി ചേർന്ന് പോകുന്ന കോമൺ എക്സിക്യൂഷൻ പാത്ത്. ഇത്രയും കാര്യങ്ങൾ പറയണം. അപ്പോൾ ഈ അപ്പോപ്റ്റോട്ടിക് റെഗുലേഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈം കാസ്പേസസിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകണം. ദെൻ അപ്പോപ്റ്റോട്ടിക് റെഗുലേറ്ററി പ്രോട്ടീൻസ് ഉണ്ട്, പ്രോ ആൻഡ് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സും ഒന്ന് പറഞ്ഞു പോകണം. ഇൻ ബിറ്റ്വീൻ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആൻഡ് 4ാമത്തത് വാട്ട് ആർ ദ മോർഫോളജിക്കൽ ചേഞ്ചസ്. എന്തെല്ലാം മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, ഒരു 8 ചേഞ്ച് നമുക്ക് പറയണം. ദെൻ 5ാമത്തെ ഒറ്റ മിനിറ്റിൽ നമുക്ക് പറയുന്നത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത് പറയാം. 6ാമത്തെ നമുക്ക് പറയേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോപ്റ്റോസിസ് ആൻഡ് നെക്രോസിസ്. സോ ഇത് നമുക്ക് നെക്രോസിസും കൂടി പഠിച്ചിട്ട് അവസാനം ഒരുമിച്ച് പറയാം. സെപ്പറേറ്റ് വീഡിയോ നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. 1960കളിൽ ജോൺ ഖർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ജോൺ ഖർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ അപ്പോപ്റ്റോസിസിനെ കുറിച്ച് ആദ്യമായിട്ടൊക്കെ പറയുന്നത്. അപ്പോപ്റ്റോസിസ് ലിറ്ററലി മീൻസ് ഫാളിംഗ് ഓഫ് എന്നാണ്. ഫാളിംഗ് ഓഫ്, ഇല കൊഴിയുക എന്നൊക്കെ പറയും. സ്വയം കൊഴിയുകയാണ്, സ്വയം അവസാനിക്കുകയാണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് സെൽ സൂയിസൈഡ് ആണല്ലേ. സെൽ സൂയിസൈഡ് ആണ് ദിസ് അപ്പോപ്റ്റോസിസ് എന്ന് പറയും. പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് നമ്മൾ സാധാരണ അപ്പോപ്റ്റോസിസിനെ വിശേഷിപ്പിക്കുക. പ്രോഗ്രാം സെൽ ഡെത്ത്. സോ ഇത് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണ്. അതുകൊണ്ടാണ് പ്രോഗ്രാം സെൽ ഡെത്ത്. ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണ്. കൃത്യമായ ഓർഡർലി ആണ് കാര്യങ്ങൾ നടക്കുക. ടൈറ്റ്ലി റെഗുലേറ്റഡ് ആണ്. ടൈറ്റ്ലി റെഗുലേറ്റഡ് കാര്യങ്ങളാണ്. ഓർക്കസ്ട്രേറ്റഡ് പാറ്റേൺ ഓഫ് സെൽ ഡെത്ത് ആണ് സംഭവിക്കുക. സോ എപ്പോഴാണ് ഒരു സെൽ സ്വയം അവസാനിപ്പിക്കുക? സെൽ സ്വയം അവസാനിപ്പിക്കുക ഇനി താൻ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നോ യൂസ് അല്ലെ. ഫർദർ ജീവിതത്തിന് മുന്നോട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി നശിക്കണം. 2, താൻ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റ് സെല്ലുകൾക്ക് അത് നാശം വരുത്തും, ഡിസ്ട്രക്ഷൻ ടു അതർ സെൽസ്. അവയുടെ സർവൈവൽ, ഹോസ്റ്റ് സർവൈവലിന് താൻ ചാകണം എന്ന ആവശ്യം വരുമ്പോഴും സെല്ല് സ്വയം മരിക്കും. 3, സെൽ റിപ്പയർ അല്ലെങ്കിൽ DNA റിപ്പയർ. അങ്ങനെയൊക്കെയുള്ള മെക്കാനിസം, DNA ഡാമേജ് ഒക്കെ വന്നിട്ട് അത് ഫലിക്കുന്നില്ല, ചെയ്ത് നോക്കിയിട്ട് ഫലിക്കുന്നില്ല, അപ്പോൾ അപ്പോപ്റ്റോസിസ് ചെയ്യാം. സോ ഇറ്റ്സ് എ സർവൈവൽ മെക്കാനിസം ആണ്. ഈ സെല്ലായിരിക്കും ചാകുക, പക്ഷെ മൊത്തം ഹോസ്റ്റ് രക്ഷപ്പെടും. സോ ഓട്ടോലിറ്റിക് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ഓർ ഡാമേജ്ഡ് സെൽ ആണ് സാധാരണ അപ്പോപ്റ്റോസിസിന് വിധേയമാകുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഹോസ്റ്റ്. ആൻഡ് ദിസ് ഈസ് എ നാച്ചുറൽ പ്രോഗ്രാം ആണ്. നാച്ചുറലായിട്ട് നടക്കുന്ന സംഭവം കൂടിയാണ് അപ്പോപ്റ്റോസിസ്. അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനിഷൻ പറയാം. സോ ഇവിടെ ഒരു സെല്ലുണ്ട്, ഈ സെല്ലാണ് നശിക്കാൻ തീരുമാനിക്കുന്നത്. സോ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ റോബിൻസ് പാത്തോളജി ആണ് ഞാൻ പറയാം. അതിന്റെ ഡെഫിനിഷൻ ആണ്, ഇച്ചിരി വലിയ ഡെഫിനിഷൻ ആണ്. ആസ് യൂഷ്വൽ നമുക്ക് പല പോയിന്റ്സ് ആയിട്ട് പറയാം. സോ 1, ഇറ്റ് ഈസ് എ പാത്വേ ആണ്. ഇറ്റ്സ് എ പാത്വേ ഓഫ് വാട്ട്, സെൽ ഡെത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. ഇപ്പോൾ ഏകദേശം ഐഡിയ ഉണ്ടെന്ന്. സെൽ ഡെത്ത് ആണ്. സോ സെല്ലാണ്. സോ ചിലപ്പോൾ ഒരു കൂട്ടം സെൽ, സോ നോർമലി 1 സെല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്. വലിയ ഗ്രൂപ്പ് സെല്ല് നശിക്കുന്നത് നെക്രോസിസിലാണ് എന്നുകൂടി ഓർക്കുക. ആൻഡ് ഇറ്റ്സ് എ പാത്വേ ഓഫ് സെൽ ഡെത്ത് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ സോ ദർ ഈസ് സം ഇൻഡ്യൂസിങ് ഏജന്റ് ഉണ്ട്. ഇൻഡ്യൂസ്ഡ് ബൈ ടൈറ്റ്ലി റെഗുലേറ്റഡ്. അത് ടൈറ്റ്ലി റെഗുലേറ്റഡ് ആണ്. എങ്ങനെയുള്ള മെക്കാനിസം ആണ്? ഇൻട്രാ സെല്ലുലാർ മെക്കാനിസം വഴി ടൈറ്റ്ലി റെഗുലേറ്റഡ് ആണ്. 3ാമത്തെ പോയിന്റ് ഇൻ വിച്ച് ദ സെൽ ഡെസ്റ്റിൻഡ് ടു ഡൈ, ചാവാൻ ഉള്ള സെൽ ഡെസ്റ്റിൻഡ് ടു ഡൈ എന്തായിരിക്കും ചെയ്യേണ്ടത്? ആക്ടിവേറ്റ് എൻസൈം. ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യണം ഈ സെല്ലുകൾ. ഓക്കെ, ആ എൻസൈംസിന്റെ പേര് നമ്മൾ കാസ്പേസസ് എന്നാണ് വിളിക്കുക. കാസ്പേസസ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ അപ്പോൾ കാസ്പേസസ് എന്ന് എഴുതണം. സോ ഇതാണ് അപ്പോപ്റ്റോസിസിലെ പ്രധാനപ്പെട്ട എൻസൈം. സോ ആക്ടിവേറ്റ് എൻസൈംസ് കാസ്പേസസ്. ആൻഡ് കാസ്പേസ് എന്താ ചെയ്യുക? ദാറ്റ് ഡീഗ്രേഡ്. അത് ഡീഗ്രേഡ് ചെയ്യും. ആരെയാണ്? സെൽസിന്റെ സ്വന്തം ന്യൂക്ലിയസിനെ ഡീഗ്രേഡ് ചെയ്യും, DNA ഡീഗ്രേഡ് ചെയ്യും, സൈറ്റോപ്ലാസ്മിക് കണ്ടൻസ് എല്ലാം ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെഫിനിഷൻ. ഞാൻ അഡീഷണൽ ആയിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഡെസ്റ്റിൻഡ് ഫോർ ഫാഗോസിസ്. ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഷ്ണങ്ങളാകുമ്പോൾ ഫാഗോസൈറ്റോസിസിന് വിധേയമാകും. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻസ്. പാത്വേ ഓഫ് സെൽ ഡെത്ത് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ടൈറ്റ്ലി റെഗുലേറ്റഡ് ഇൻട്രാസെല്ലുലാർ മെക്കാനിസംസ്. ഇറ്റ്സ് ബൈ ദ cell destined to die which activate enzymes
enzymes like caspases that degrade cells on nucleus and other DNA and other cytosolic contents. So ഇതാണ് ഡെഫിനിഷൻ. സോ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസ് ആർ ഫാഗോസൈറ്റോസ്ഡ് അല്ല, സെൽസ് ഫാഗോസൈറ്റോസ്ഡ് ആകുന്നുണ്ട് ഇതിന് ശേഷം, അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത് നോ ലീക്കേജ്, സെല്ല് സൈറ്റോപ്ലാസത്തിന്റെ ഒന്നും പുറത്തേക്ക് ഇവിടെ നിന്ന് ലീക്ക് ആകുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോ ഇൻഫ്ലമേഷൻ, നോ ലീക്കേജ്, നോ ഇൻഫ്ലമേഷൻ, ഒരു ഇൻഫ്ലമേഷനും അവിടെ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നടക്കാനായിട്ട് എനർജി വേണം. സോ ദിസ് ഈസ് എനർജി ഡിപെൻഡന്റ് ആണ് എന്നുകൂടി നമുക്ക് എഴുതണം. ആദ്യം ഞാൻ പറഞ്ഞു യൂഷ്വലി സിംഗിൾ സെല്ലായിരിക്കും, എല്ലാം കൂടി അല്ല, മിക്കവാറും ഒരു സിംഗിൾ സെല്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു കൂട്ടം ഓഫ് സെല്ലായിരിക്കാം. ഓക്കെ, സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഡാമേജ് സെല്ലായിരിക്കാം അപ്പോപ്റ്റോസിസിന് വിധേയമാകുക. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് അപ്പോപ്റ്റോസിസ് ആണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ പറഞ്ഞു രണ്ട് തരമുണ്ട്. ഒന്ന് ഫിസിയോളജിക്കലാണ്. ഫിസിയോളജിക്കൽ അപ്പോപ്റ്റോസിസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം ഏറ്റവും ഫേമസ് എക്സാമ്പിൾ നമ്മൾ പറയാം എംബ്രിയോജെനസിസ്. ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ആയിരിക്കും ആദ്യം ഉണ്ടാകും. കൈവിരലുകൾ, കാൽവിരലുകളൊക്കെ ഉണ്ടാകുന്നത് ഇതിനിടയിലുള്ള ഈ സംഭവങ്ങൾ നശിച്ച് ഇതാ ഇത്രയും ഭാഗം പോയി, ഇത്രയും ഭാഗം പോയി, ഇത്രയും ഭാഗം പോയി, ഇങ്ങനെ ഇത്രയും ഭാഗം അപ്പോപ്റ്റോസിസിന് വിധേയമാകുമ്പോഴാണ് നമുക്ക് 5 ഡിജിറ്റ്സ് ഒക്കെ ആയിട്ട് മാറുക. അപ്പോൾ അത് നമുക്ക് സ്കൾപ്റ്റിംഗ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് ടോസ് എന്ന് നമുക്ക് പറയാം. ഇതൊരു എക്സാമ്പിൾ ആണ് എംബ്രിയോജെനസിലെ. രണ്ട്, ഹോർമോൺസ് മൂലം യൂട്ടറസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഒക്കെ ഇൻവല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തൈമസ് ഗ്ലാൻഡിന്റെ ഇൻവല്യൂഷൻ, ദെൻ ഓട്ടോ ഇമ്മ്യൂൺ ആകാൻ ചാൻസ് ഉള്ള ലിംഫോസൈറ്റ്സ് ഒക്കെ സ്വയം നശിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഫിസിയോളജിക്കൽ ഫോംസ് ഓഫ് അപ്പോപ്റ്റോസിസ് ആണ്. ദെൻ ഇറ്റ് ക്യാൻ ബി പാത്തോളജിക്കൽ ഓൾസോ. പാത്തോളജിക്കൽ അപ്പോപ്റ്റോസിസ് ഇപ്പോൾ ഉദാഹരണം ഇതൊരു സെല്ലാണ്, ക്യാൻസർ സെല്ലാണെങ്കിൽ നമ്മൾ കൊല്ലാനായിട്ട് ആന്റി ക്യാൻസർ മരുന്നുകൾ കൊടുക്കുകയാണെന്നായിരിക്കും. സോ ആന്റി ക്യാൻസർ മരുന്നുകൾ ഇതിലെ DNA-നെയൊക്കെ നശിപ്പിക്കുന്നു. ദെൻ അപ്പോപ്റ്റോസിസിന് വിധേയമാവുക, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കുകയാണ്, അപ്പോപ്റ്റോസിസ് വിധേയമാകുകയാണ്. P53 പാത്വേ ഒക്കെ അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വൈറൽ ഹെപ്പറ്റൈറ്റിസിലെ അപ്പോപ്റ്റോസിസ്, ലിവർ സെൽസ് അപ്പോപ്റ്റോസിസിന് വിധേയമാവുന്നു. ദെൻ ഡീജനറേറ്റീവ് CNS ഡിസീസസിലും പലപ്പോഴും അപ്പോപ്റ്റോസിസിന് വിധേയമാവും. ദെൻ എയ്ഡ്സ്, HIV ഒക്കെ മൂലം CD4T+ സെൽസ് വിൽ ബിക്കം അപ്പോപ്റ്റോസിസ് നടക്കുന്നുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് പാത്തോളജിക്കൽ റീസൺസ് ഫോർ അപ്പോപ്റ്റോസിസ്. ഇനി പറയേണ്ട തേർഡ് പോയിന്റ് ഈസ് മെക്കാനിസം ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ അപ്പോപ്റ്റോസിസ്. ബേസിക്കലി 3 പ്രോസസ് നടക്കണം എങ്കിൽ മാത്രമാണ് ഒരു സെൽ അപ്പോപ്റ്റോസിസ് നടക്കുക, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസത്തിൽ 3 പ്രോസസ്. ആദ്യത്തേത് ഇവിടെ ചില കാസ്പേസസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, കാസ്പേസസ് എന്ന് പറയുന്ന ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യണം. സോ ഇതാണ് ഫസ്റ്റ് വേണ്ടത്. ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ടു ആക്ടിവേറ്റ് കാസ്പേസസ്. രണ്ടാമത്തത് സെല്ലുലാർ പ്രോട്ടീൻസും അല്ലെങ്കിൽ DNA-യും എല്ലാം നശിക്കണം, ബ്രേക്ക് ഡൗൺ നടക്കണം. ആൻഡ് മൂന്നാമത്തത് സെൽ മെംബ്രെയിനിൽ ചില ചേഞ്ചസ് ഉണ്ടായിട്ട് ഈ സെല്ലിനെ തിരിച്ചറിയണം. ആര് തിരിച്ചറിയണം? ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന സെല്ലുകൾ തിരിച്ചറിഞ്ഞിട്ട് ഫാഗോസൈറ്റോസിസ് ചെയ്യണം. സോ അപ്പോൾ ഇതിനൊക്കെ ആദ്യം കാസ്പേസസ് ആക്ടിവേറ്റഡ് ആകണം. അപ്പൊ എന്താണ് കാസ്പേസസ് എന്ന് നമ്മൾക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. കാസ്പേസസ്, C ഈസ് ഫോർ സിസ്റ്റീൻ. സിസ്റ്റീൻ ഒരു അമിനോ ആസിഡ് ആണ്, സിസ്റ്റീൻ ഡിപെൻഡന്റ്. സോ ഈ എൻസൈം ഒരു സിസ്റ്റീൻ അമിനോ ആസിഡ് ഉള്ള എൻസൈം ആണെന്ന് മനസ്സിലായി. ആസ്പ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലായി ആസ്പാർട്ടേറ്റ് ആണ്. ആസ്പാർട്ടേറ്റ് ഡയറക്റ്റഡ് എന്നാണ്. സോ ഇതൊരു പ്രോട്ടീൻ ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആസ്പാർട്ടേറ്റ് ഉണ്ടെങ്കിൽ അതിനെതിരെയായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ് സംഭവം. ആൻഡ് ഏത് തരം എൻസൈം ആണ്? എയ്സ് ആണ്, പ്രോട്ടിയേസ് എൻസൈം ആണ്. സോ അതിനെ വെച്ച് ക്ലീവ് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. സോ ഏതെങ്കിലും പ്രോട്ടീനിൽ DEVD എന്ന് പറയുന്ന അമിനോ ആസിഡ് സീക്വൻസ് ഉണ്ടെങ്കിൽ, D നമുക്കറിയാം ആസ്പാർട്ടേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ആസ്പാർട്ടേറ്റ് ഡയറക്റ്റഡ്, Dയും ആസ്പാർട്ടേറ്റ്. സോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടും ഈ കാസ്പേസിന് ഇതിനെ ക്ലീവ് ചെയ്യാൻ പറ്റും. മുൻവശത്തും പിറകുവശത്തും വെച്ച് ക്ലീവ് ചെയ്യാൻ പറ്റുന്ന തരം എൻസൈംസ് ആണ് ഈ കാസ്പേസസ് എന്ന് പറയും. ഏകദേശം 12ഓളം കാസ്പേസസ് ഉണ്ടെങ്കിലും നമ്മളിവിടെ പ്രധാനമായിട്ട് 2-3 ഒക്കെ പറയുന്നുള്ളൂ. 2 തരമാണ് നമ്മൾ പറയുക. ഒന്ന് ഇനീഷ്യേറ്റർ കാസ്പേസസ് എന്ന് പറയുന്നതുണ്ട്, 2, 8, 9, 10. ഇതൊക്കെയാണ് ഇനീഷ്യേറ്റർ കാസ്പേസസ്. അതിൽ തന്നെ നമ്മൾ 8ഉം 9ഉം ആയിരിക്കും പറയുക. പിന്നെ ഉള്ളത് എക്സിക്യൂഷണറി കാസ്പേസ് ആണ്. എക്സിക്യൂഷണറി കാസ്പേസസിൽ 3, 6, 7 ഇങ്ങനെയുള്ളതുണ്ട്. ചിലപ്പോൾ നമ്മൾ 3 മാത്രമായിരിക്കും പറയുക. സോ ഇങ്ങനെ 2 തരം, ഫസ്റ്റ് ഗ്രൂപ്പ് ഇതാണ്, സെക്കൻഡ് ഗ്രൂപ്പ് ഇതാണ്. 2 തരം കാസ്പേസസ് ഉണ്ട്. സോ ഈ കാസ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതനുസരിച്ചിട്ടാണ് ഏത് മെക്കാനിസം ആണ്, എക്സ്ട്രിൻസിക് ആണോ, ഏത് കാസ്പേസ് ആണ്, എക്സ്ട്രിൻസിക് ആണോ ഇൻട്രിൻസിക് ആണോ എന്ന് പറയാം. സോ എക്സ്ട്രിൻസിക് പാത്വേയിൽ ഇവിടെ നശിക്കുന്ന സെൽസ് അല്ല. ഇപ്പോൾ ഈ സെല്ലാണ് നശിക്കുന്നെങ്കിൽ ഇയാളല്ല ഇവിടെ മെസ്സേജ് കൊടുക്കുക. പുറത്തുനിന്ന്, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സെല്ല് മെസ്സേജ് കൊടുത്തിട്ട് കാസ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യാം. സോ എക്സ്ട്രിൻസിക്കൽ സിഗ്നൽസ് ആർ ഫ്രം ഔട്ട്സൈഡ്. സിഗ്നൽസ് പുറത്തു നിന്നാണ്. രണ്ടാമത്തത് ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക്കൽ ഇതാണ് നശിക്കുന്നെങ്കിൽ ഇയാൾ തന്നെയാണ് ആക്ടിവേറ്റ് ചെയ്യുക,
കാസ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന്റെ പേര് ഇൻട്രിൻസിക്. സോ സിഗ്നൽസ് എവിടെ നിന്നാണ്? സിഗ്നൽസ് ഫ്രം ഇൻസൈഡ്, സെല്ലിനകത്ത് നിന്ന് തന്നെയാണ്. സോ സിഗ്നൽസ് ഔട്ട്സൈഡിലാണെങ്കിൽ അതിന് എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയും. സിഗ്നൽസ് ഇൻട്രിൻസിക് ആണെങ്കിൽ അതിന് നമ്മൾ ഇൻട്രിൻസിക് പാത്വേ എന്ന് വിളിക്കും. രണ്ടായാലും ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോഴത്തേക്കും, ദാറ്റ് ഈസ് എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് എത്തുമ്പോഴത്തേക്കും ഈ പാത്വേസ് രണ്ടും ഒന്നാകും. അതാണ് എക്സിക്യൂഷണറി പാത്വേ എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യം എക്സ്ട്രിൻസിക്കിലെ ഇനീഷ്യേറ്റർ, ഇതിനെ ഇനീഷ്യേഷൻ എന്നാണ് പറയുക. ഇവിടെയുണ്ട് ഇനീഷ്യേഷൻ കഴിയുമ്പോൾ രണ്ടിന്റെയും എക്സിക്യൂഷൻ ആയിരിക്കും നടക്കുക. സോ നമുക്ക് ആദ്യം ഇനീഷ്യേഷൻ പറഞ്ഞിട്ട് നമുക്ക് എക്സിക്യൂഷൻ പറയാം. നമുക്ക് ആദ്യം എക്സ്ട്രിൻസിക്കിൽ എങ്ങനെയാണ് സംഭവങ്ങൾ ആക്ടിവേറ്റഡ് ആവുക, കാസ്പേസസ് ആക്ടിവേറ്റഡ് ആവുക. സോ ഇനീഷ്യേഷൻ ആണ് ഞാൻ പറയാം. ഇനീഷ്യേഷൻ ഇൻ എക്സ്ട്രിൻസിക് പാത്ത്, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ദെൻ ഇൻട്രിൻസിക്കിന്റെ ഇനീഷ്യേഷൻ പറയുന്നു. ദെൻ നമ്മൾ കോമൺ എക്സിക്യൂഷണറി പാത്ത് പറയുന്നു. സോ ഞാനൊരു എക്സാം മോഡലാണ് പറയുന്നത്. ഡീറ്റെയിൽസ് ഇത്തിരി കുറച്ചിട്ടാണ് പറയുക. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സോ ഇവിടെ നശിക്കുന്ന സെൽ, ഇതാണ് നശിക്കുന്ന സെൽ എന്ന് വിചാരിച്ചാൽ ഈ സെല്ലിനകത്ത് ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട റിസപ്റ്ററാണ് ഫാസ് റിസപ്റ്റർ, അല്ലെ? ഫാസ് റിസപ്റ്റർ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു പേര് CD95 എന്നാണ്. ഏതാണ് നശിക്കുന്ന സെൽ? വേറെ റിസപ്റ്റർ ഉണ്ട്. ഉദാഹരണം TNF ഉണ്ട്. ഈ ഫാസും ഒരു TNF ടൈപ്പ് ഒക്കെ തന്നെയാണ്. റിസപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇതൊരു 3 റിസപ്റ്റർ ചേർന്നിട്ടുള്ള ഒരു ട്രൈമറാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞാൽ വരച്ചാൽ പോരാ. ഇത് 2, ഇത് 3 റിസപ്റ്റർ ചേർന്നിട്ടുള്ള ഒരു ട്രൈമറാണ് ഈ ഫാസ് റിസപ്റ്റർ. സോ ഫസ്റ്റ് വാക്ക് ഫാസ് റിസപ്റ്റർ ആണ്. ആൻഡ് ഇതിലിപ്പോ ചില ആൾക്കാർ വന്ന് ഒട്ടിച്ചേരണം, അല്ലെ? ഒട്ടിച്ചേർന്നാലാണ് ഇത് ആക്ടിവേറ്റഡ് ആകും. അതിനെ അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? ലിഗൻഡ് ബൈൻഡിങ് ടു ദ ഫാസ് റിസപ്റ്റർ വിൽ ബി ഫാസ് ലിഗൻഡ് എന്നാണ് നമ്മൾ. സോ അപ്പൊ ഞാൻ ഇച്ചിരി കൂടി വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് 3 ഫാസ് റിസപ്റ്റർ ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 ലിഗൻഡ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുകയാണ്. ആൻഡ് ദിസ് ഈസ് ഫാസ് ലിഗൻഡ് വന്ന് ഒട്ടിച്ചേരുന്നു. അപ്പോൾ ഇതിന്റെ പേര് CD95 ആണെങ്കിൽ CD95L എന്നും വിളിക്കാം. വേറെയും പേരുകളൊക്കെ ഉണ്ട്. തൽക്കാലം അതൊക്കെ പോട്ടെ. സോ ഈ റിസപ്റ്ററിന് അടിയിൽ ഒരു ഇൻട്രാസെല്ലുലാർ ഡൊമെയിൻ, ഈ ഭാഗം ഇൻട്രാസെല്ലുലാർ ഡൊമെയിൻ ഭാഗം. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുക FADD എന്നാണ്. ദാറ്റ് മീൻസ് ഫാസ് ആണ്. ഫാസ് ഒക്കെയാണ്, അസോസിയേറ്റഡ് ആണ്. ആൻഡ് ദിസ് DD എന്ന് ഓർത്തിരിക്കുക, ഡെത്ത് ഡൊമെയിൻ എന്നാണ് അറിയുന്നത്. ഫാസ് അസോസിയേറ്റഡ് ഡെത്ത് ഡൊമെയിൻ. TNP ആണെങ്കിൽ അപ്പൊ ട്രാഡ് എന്നായിരിക്കും അറിയുന്നത്. അവിടെ ഡെത്ത് ഡൊമെയിൻ തന്നെയാണ്. ആൻഡ് ഇത് ഇവിടെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ഡൊമെയിൻ ഈ ഭാഗം ആക്ടിവേറ്റഡ് ആവും. ഈ ഭാഗം ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സെല്ലിനകത്ത് നിന്ന് ചില അഡാപ്റ്റർ പ്രോട്ടീൻസ് ഇവിടെ വന്നു. അഡാപ്റ്റർ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് അഡാപ്റ്റർ പ്രോട്ടീൻസ് വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് കാസ്പേസസ് ആണ്. കാസ്പേസസ്, പ്രോ കാസ്പേസസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ആക്ടിവേറ്റഡ് ആയിട്ട് ഇവിടെ പോയി. അത് ഏതാണെന്ന് ചോദിച്ചാൽ 8 ആണ് നമ്മളിപ്പോൾ പറയാം. 8-നും 10-നും പറ്റും, എങ്കിലും 8 ആണ് പ്രധാനമായിട്ട്. സോ പ്രോ കാസ്പേസസ് 8ഉം കൂടി ഇവിടെ വന്ന് ഒട്ടിച്ചേരുകയാണ്. സോ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? റിസപ്റ്റർ ഉണ്ട്, ലിഗൻഡ് ഉണ്ട്, ഇതിനിടയിൽ 2 പിടിപ്പിക്കാൻ പറ്റുന്ന അഡാപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്, പ്ലസ് കാസ്പേസസ്. ഇത് 4ഉം കൂടി ചേർന്ന ഈ സംഭവത്തെ നമ്മൾ ഡിസ്ക് എന്നാണ്. ഡിസ്ക് മീൻസ് D ഫോർ ഡെത്ത് ആണ്. ഡെത്തിനെ കുറിച്ചിട്ടാണ്, മരണമാണ്. ഇൻഡ്യൂസിങ് ഡെത്ത്, ഇൻഡ്യൂസിങ് സിഗ്നലിംഗ് കോംപ്ലക്സ്. സോ കാസ്പേസസ് 8 ഈസ് നൗ ആക്ടിവേറ്റഡ്. പ്രോ കാസ്പേസസ് ആയിരുന്നു, അത് അതിന്റെ ഒരു ക്യാപ്പ് മാറിയിട്ട് പ്രോ പോയി വെറും കാസ്പേസസ് 8 ആയിട്ട് മാറി. സോ ഇതാണ് ഇനീഷ്യേഷൻ ഇൻ ദ എക്സ്ട്രിൻസിക് പാത്വേ. ഇനി രണ്ടാമത് നമുക്ക് പറയേണ്ടത് ഇൻട്രിൻസിക് പാത്വേയിലെ ഇനീഷ്യേഷൻ ആണ്. ഇൻട്രിൻസിക് പാത്ത്, അതിനകത്തെ ഇനീഷ്യേഷൻ എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇൻട്രിൻസിക് പാത്വേയിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സിഗ്നൽ സെല്ലിനകത്ത് നിന്ന് തന്നെ വരണം, നശിക്കുന്ന സെല്ലിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ നമുക്കൊരു സെല്ലായിട്ട് അങ്ങോട്ട് വലുതായിട്ട് അങ്ങ് വരച്ചാൽ ഇത് സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിന്റെ ഉള്ളിൽ നിന്നാണ് സിഗ്നൽ വരേണ്ടത്. ഇവിടെ നശിക്കുന്ന സെല്ലിനകത്ത് മൈറ്റോകോൺട്രിയയുടെ 2 മെംബ്രെയിന്റെ ഉള്ളിലുള്ള സൈറ്റോക്രോം C. അപ്പൊ നമുക്ക് മൈറ്റോകോൺട്രിയ എന്ന് വരയ്ക്കാം. ഇത് മൈറ്റോകോൺട്രിയ ആണെന്ന് വിചാരിക്കുക. കൃത്യമൊന്നുമല്ല പടം. ഇതിനകത്ത് നിന്നൊരു സൈറ്റോക്രോം C എന്ന് പറയുന്ന സംഭവം, സൈറ്റോക്രോം C പുറത്തു വരിക എന്നുള്ളതാണ് നടക്കേണ്ടത് ആവശ്യം. ഈ സൈറ്റോക്രോം C പുറത്ത് വരാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുണ്ട്. സോ സൈറ്റോക്രോം C പുറത്തു വരുമ്പോൾ അപ്പോപ്റ്റോസിസ് നടക്കും. അപ്പോൾ സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രോ അപ്പോപ്റ്റോട്ടിക് എന്ന് വിളിക്കാം. പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ആരൊക്കെയാണത്? ഒന്ന് ഇതിനകത്ത് തന്നെ ഉള്ളതാണ്, മൈറ്റോകോൺട്രിയയുടെ അകത്ത് തന്നെ ഉള്ള ആളാണ്. അയാളുടെ പേര് ബാക്സ് എന്നാണ്. ദെൻ സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്ന ആളുടെ പേര് ബാഗ് എന്നാണ്. വേറെയും ആൾക്കാരുണ്ട്, ബാക്സ് ആൻഡ് ബാഗ്. തൽക്കാലം നമുക്ക് 2 കൊടുക്കാം. സോ ഈ ബാക്സ് ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്നാൽ ബാക്സ് മാത്രമാകാം, അല്ലെങ്കിൽ ബാക്ക് മാത്രമാകാം, അല്ലെങ്കിൽ ബാക്സ് പ്ലസ് ബാക്ക്, ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് ഒരു ഒലിഗോമർ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് സൈറ്റോക്രോം സിക്ക് പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. സാധാരണ നോർമൽ സെൽസിനകത്ത് ഈ ബാക്സും ഒരുമിച്ച് ചേരാതെ അല്ലെങ്കിൽ ഒലിഗോമർ ഉണ്ടാവാതെ നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇത് പ്രോ അപ്പോപ്റ്റോട്ടിക് ആണെങ്കിൽ അങ്ങനെ ഇതിനെ തടയുന്ന ആൾക്കാരെ നമുക്ക് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. അതിന്റെ പേര് BCL2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. പ്രധാനം BCL2 തന്നെയാണ്. ദെൻ BCLXL ഉണ്ട്,
ദെൻ BCL-B ഉണ്ട്, BCL-W, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രോട്ടീനുകളുണ്ട്. സോ ദീസ് ഓൾ ആർ ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ്. അവ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ബാക്ക് ഇവിടെ കിടക്കുകയാണെങ്കിൽ ബാക്കിൽ വന്ന് ഒട്ടിച്ചേരുമ്പോൾ അതിനങ്ങോട്ട് നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ അവരെ പിടിച്ചു വയ്ക്കും. അപ്പോൾ അവർക്ക് ഇവിടെ പോയി ഒലിഗോമർ ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അപ്പോപ്റ്റോസിസ് നടക്കണം അല്ലെ, അപ്പൊ ബാക്ക് ഇവിടെ വേണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇത് ബാക്ക് ആണെങ്കിൽ ഇത് BCL-2 പ്രോട്ടീൻ ആണെന്ന് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. ഇവനെ വന്ന് ഒട്ടിച്ചേർക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവനെ തടയുമ്പോൾ അയാൾ ഫ്രീ ആകുമ്പോൾ ഒലിഗോമർ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രോട്ടീനുകൾ ധാരാളമുണ്ട്. സോ അതെന്തായിരിക്കും, അതും അപ്പോൾ പ്രോ അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീൻസ് ആയിരിക്കും. അവരുടെ പേര് ഒരുപാടുണ്ട്. ബിഡ് ഉണ്ട്, ബിം ഉണ്ട്, പ്യൂമ, ബാഡ്, നോക്സ, അങ്ങനെയൊക്കെയുള്ള ബിഡ്, ബിം, പ്യൂമ, ബാഡ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻസ് ഉണ്ട്. സോ പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാക്സ് വന്നു, അല്ലെങ്കിൽ ബാക്ക് വന്നു, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി വന്നു, ഒലിഗോമർ ഉണ്ടായി, സൈറ്റോക്രോം C പുറത്തെത്തി. ഇനി പുറത്തിറങ്ങിയ സൈറ്റോക്രോം C ഒട്ടിച്ചേരുന്ന വേറൊരു പ്രോട്ടീൻ ഉണ്ട് ഇവിടെ. അതിന്റെ പേരാണ് APAF1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. APAF1. ഓക്കെ, APAF1 സാധാരണ ഒരു ലോക്ക്ഡ് ഫോമിലാണ് ഇരിക്കുന്നത്. സൈറ്റോക്രോം C വന്ന് ഇവിടെ ഒട്ടിച്ചേരുമ്പോൾ ഇവന്റെ ലോക്ക് മാറി ഇവൻ ഒരു തുറന്ന ഫോമിലേക്ക് വരും. ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേക്കും 7 APAF ഇങ്ങനെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. 7 1 2 3 4 5 7 7 APAF ഇങ്ങനെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഓക്കെ, 7 സ്പോക്ക് റിംഗ് സ്ട്രക്ചർ ആണ് അപ്പോപ്റ്റോസോം എന്ന് പറയാം. അപ്പോപ്റ്റോസോം ഇതുണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാസ്പേസസ്, അതിൽ തന്നെ പ്രോ കാസ്പേസസ് 9 ഇവിടെ വരുന്നു. അയാൾക്ക് ഇവിടെ പോയി ഒട്ടിച്ചേരാൻ പറ്റും. ഒട്ടിച്ചേരുമ്പോൾ അവന്റെ പ്രോ മാറി, അല്ലെങ്കിൽ ഇവിടെ ഒരു കാർഡ് ഡൊമൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിലേക്ക് ഒന്നും പോകണ്ട. പ്രോ മാറി അവൻ കാസ്പേസസ് 9 ആയിട്ട് മാറും. സോ പ്രോ കാസ്പേസസ് 9 ആകുന്നതാണ് ഇനീഷ്യേഷൻ ഇൻ ഇൻട്രിൻസിക് പാത്വേ. ഇൻട്രിൻസിക് പാത്വേയിൽ ഇതാണ്. ഇനി ഇതൊന്നും അല്ലാതെ കാസ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പേര് എവിടെയെങ്കിലൊക്കെ കേട്ടേക്കാം. സ്മാക്ക് കേൾക്കാം, ഡയാബ്ലോ കേൾക്കാം, ദെൻ AIF അതിനെ തടയുന്ന ആൾക്കാർ. സോ ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും ഇവിടെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് തൽക്കാലം അതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ പറയുക. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കാസ്പേസസ് 9 ആയി. നമ്മൾ നേരത്തെ കാസ്പേസസ് 8 ഉണ്ടായി. അതെവിടെയായിരുന്നു? അത് എക്സ്ട്രിൻസിക്കൽ കാസ്പേസസ് 8 ഉണ്ടായി. സോ കാസ്പേസസ് 9ഉം 8നും ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രോ കാസ്പേസസ് 3, 6, 7 ഇതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കാസ്പേസസ് 3 ആക്കി മാറ്റാം, അല്ലെങ്കിൽ 6, 7 അത് നമ്മൾ 3 ആണ് പ്രധാനമായിട്ട് പറയുക. സോ കാസ്പേസസ് 3 ആക്ടിവേഷൻ ആകുന്നതാണ് നമ്മളുടെ കോമൺ എക്സിക്യൂഷണറി പാത്ത്. സോ കാസ്പേസസ് 3 ആയി കഴിഞ്ഞാൽ പിന്നെ സെല്ല് നശിക്കുകയാണ്. ഫാഗോസൈറ്റോസിന് വിധേയമാകുന്ന പരിപാടികളിലേക്കാണ് പോകുന്നത്. സോ ദീസ് കാസ്പേസസ് ക്യാൻ നൗ ക്ലീവ് ദ സൈറ്റോസ്കെലിട്ടൺ ന്യൂക്ലിയസ് ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻ ഓഫ് ദ സെൽ. സോ നൗ ദ സെൽ ബിഗിൻ ടു ഡിസോൾവ്. അപ്പോൾ നൗ ഇറ്റ് ഈസ് റെഡി ഫോർ ഫാഗോസൈറ്റോസിസ് ആകുന്ന പ്രോസസ്സാണ് ഇനി നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇനി പറയേണ്ടത് എങ്ങനെ ഈ ആക്ടിവേറ്റഡ് കാസ്പേസസ് ഒക്കെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ സെല്ലിനെ നമ്മൾ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഹൗ ഫാഗോസൈറ്റോസിസ് എങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ, ഇതുവരെ സെൽ മെംബ്രെയിൻ വാസ് ഇൻടാക്ട്. നമ്മൾ പറയുന്നത് ഇതിനകത്ത് എപ്പോഴും സെൽ മെംബ്രെയിൻ ഇൻടാക്ട് ആണെന്നാണ്. പക്ഷെ ഇപ്പോൾ അത് സ്ട്രിങ്ഡ് ആവുന്നു. സെൽ ബിക്കം സ്ട്രിങ്ഡ് ആവുന്നു. ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും ചെറുതാവുന്നു. സെല്ലിന്റെ മെംബ്രെയിനിൽ ഇങ്ങനെ സൈറ്റോപ്ലാസ്മിക് ബ്ലബ്സ് ഇങ്ങനെ ഫോം, ഇങ്ങനെ ബ്ലബുകൾ ഇങ്ങനെ ഫോം ചെയ്യും, ബ്ലബ്സ് ഉണ്ടാവും. സോ ഇതുവരെ അപ്പൊ സെല്ലിന്റെ അകത്തുണ്ടായിരുന്ന ചില ആൾക്കാർ, ഇപ്പൊ ഉദാഹരണത്തിന് ഫോസ്ഫാറ്റിഡൈൽസെറിൻ എന്ന് പറയുന്ന സാധനം സെല്ലിന്റെ അകത്ത് ഇങ്ങനെ ആയിരുന്നു. അത് ഇപ്പൊ നേരെ പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സോ അതിനെ നമ്മൾ സെൽ മെംബ്രെയിൻ ഫ്ലിപ്പ് ഫ്ലാപ്പ് ചെയ്യുന്നു എന്നാണ് പറയുക. ഫ്ലിപ്പ് ഫ്ലാപ്പിംഗ് ഓഫ് സെൽ മെംബ്രെയിൻ. സോ ഫോസ്ഫാറ്റിഡൈൽസെറിൻ പുറത്തെത്തുന്നു. സോ ഇതിനെ നമ്മൾ വിളിക്കുക എക്സ്റ്റേണലൈസേഷൻ ഓഫ് ഫോസ്ഫാറ്റിഡൈൽസെറിൻ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ പുറത്തുനിന്നുള്ള, അപ്പോൾ ഇത് പുറത്തുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഫാഗോസൈറ്റ്സിനെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഫോസ്ഫാറ്റിഡൈൽസെറിനിൽ വന്ന് ഒട്ടിച്ചേരാൻ പറ്റും. സോ ഈ ബ്ലബുകൾ ഇപ്പോഴെല്ലാം ഒട്ടിച്ചേരുക, ഈ ബ്ലബുകളുള്ള ഭാഗം വെച്ച് ഇതിങ്ങനെ മുറിഞ്ഞ് കുഞ്ഞു ചെറിയ പീസസ് ആകുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിളിക്കുക അപ്പോപ്റ്റോട്ടിക് ബോഡീസ് എന്നാണ് വിളിക്കുക. സോ ഇത് അപ്പോപ്റ്റോട്ടിക് ബോഡീസ്. സോ സപ്പോസ് ദിസ് ഈസ് അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആണെങ്കിൽ ഇവിടെ ഫോസ്ഫാറ്റിഡൈൽസെറിൻ ഉണ്ടാകും. ഫാഗോസൈറ്റോസ് ചെയ്യാൻ വരുന്ന ആൾക്ക് ഇവിടെ ഒന്ന് പിടിച്ചിട്ട് അതിനെ ഫാഗോസൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ cells now turn into small apoptotic bodies and phagocytes engulf these apoptotic bodies. So ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഇൻഫ്ലമേഷൻ ഇല്ല, ഒരു ഇൻഫ്ലമേഷൻ ഇല്ല, സെല്ലുലാർ കമ്പോണൻസ് ഒന്നും ലീക്ക് ആവുന്നില്ല, ക്ലീൻ ആൻഡ് നീറ്റ് ഫാഗോസൈറ്റോസ് ആണ് നടക്കുന്നത്. സോ ഇതാണ് അപ്പോപ്റ്റോസിസ് മെക്കാനിസം. സോ എക്സ്ട്രിൻസിക് ആയാലും ഇൻട്രിൻസിക് ആയാലും അവസാനം കോമൺ എക്സിക്യൂഷണറി മെക്കാനിസത്തിലേക്ക്. എക്സ്ട്രിൻസിക്കൽ കാസ്പേസസ് 8 ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കാസ്പേസസ് 9 ആണ് പറഞ്ഞത്. രണ്ടായാലും കാസ്പേസസ് 3യിലേക്കാണ് വരുന്നത്. അവസാനം ഫാഗോസൈറ്റോസിസ് നടക്കുന്നു because of this presence of phosphatidylserine on the outer side on the apoptotic bodies. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റ് പറയേണ്ടത് what are the morphological changes ആണ്. morphological changes in
അപ്പോപ്റ്റോസിസ് പറയാ, വൺ സെൽ ഇങ്ങനെ ആയിരുന്നു വരുന്നത്, ഇപ്പൊ സെൽ ബിക്കം സ്മോൾ. അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ഷ്രിങ്കേജ് ഓഫ് സെൽ. സോ ഇത് നമുക്ക് കാണാൻ പറ്റും, സെൽ ഷ്രിങ്കേജ്, ബിക്കോസ് സെല്ലിനകത്തുള്ള എല്ലാ ഓർഗനിലെയും എല്ലാ സംഭവങ്ങളും ചെറുതായി നശിക്കുന്നു, അപ്പൊ ചെറുതാവും. അപ്പോപ്റ്റോട്ടിക് സെൽ ഏകദേശം ചെറുതായിട്ട്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് സെൽ മെംബ്രെയിൻ ഈസ് ഇൻടാക്ട് ആണെന്നുള്ളതാണ്. അപ്പോപ്റ്റോസിസ് നടക്കുന്നത് വരെ ഇൻടാക്ട് ആണ്. സൈറ്റോപ്ലാസം മുഴുവൻ ഏകദേശം ഇങ്ങനെ ഒരു പിങ്ക് കളറിലായിരിക്കും. മൂന്നാമത്തെ കാര്യം പിങ്ക് കളറോ ഈസിനോഫിലിക് കളറാണ്. കാരണം സെല്ലുലാർ കമ്പോണൻസ് എല്ലാം അടുത്തടുത്ത് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ ഉണ്ടാകും. ആൻഡ് മൂന്നാമത്തെ കാര്യം ന്യൂക്ലിയസ് ചെറുതാവുന്നുണ്ട്. ന്യൂക്ലിയസ് ആദ്യം ഒന്ന് കണ്ടൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ കോമ്പാക്ട് ആകുന്നു. കോമ്പാക്ട് ആകുന്നതിനെ നമ്മൾ വേറെ സ്ഥലത്ത് പിക്നോസിസ് ആണ് പറഞ്ഞത്, സെൽ ഡെത്ത്, റിവേഴ്സിബിൾ സെൽ ഡെത്തിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ദെൻ ഫ്രാഗ്മെന്റഡ് ആകുന്നു, അതിനെ നമ്മൾ വിളിച്ചത് കാരിയോർ ഹെക്സിസ് എന്നാണ്. ദെൻ ഡിസൊല്യൂട്ടഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക കാരിയോലൈസിസ് എന്നായിരിക്കും വിളിക്കുക. സോ സെൽ ന്യൂക്ലിയസ് അണ്ടർഗോസ് പിക്നോസിസ്, കാരിയോഹെക്സിസ് ആൻഡ് കാരിയോലൈസിസ് ഒക്കെ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് സെൽ മെംബ്രെയിൻ ഇൻടാക്ട് ആണ്, പക്ഷെ പിന്നീട് അതിൽ ബ്ലബ്സ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഫാഗോസൈറ്റിക് എൻഗൾഫിംഗ്, ഫാഗോസൈറ്റ്സ് വന്ന് ഇതിനെ എൻഗൾഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ്, ഇത്രയാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്ന് നമുക്ക് പറയാവുന്നത്. ലാസ്റ്റ് ഇനി പറയാവുന്നത് എങ്ങനെ ഇതിന്റെ ഡയഗ്നോസ് ചെയ്യുന്നു വെച്ചാൽ മാർക്കർ എന്താണ് എന്ന് വെച്ചാൽ, അപ്പോപ്റ്റോസിസ് നമ്മൾ മൈക്രോസ്കോപ്പിൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു അനക്സിൻ 5 എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് കൊഴിച്ചു കഴിഞ്ഞാൽ അത് റീകോംബിനന്റ് പ്രോട്ടീൻ ആണ്. സെലക്റ്റീവ് അഫിനിറ്റി ടുവേർഡ്സ് ഈ ഇവിടെയുള്ള ഈ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞതിന്റെ പേരെന്തായിരുന്നു, ഫോസ്ഫാറ്റിഡൈൽ സെറീനിൽ പ്രത്യേകമായി പോയി ഒട്ടിച്ചേരുന്ന സാധനമാണ് അനക്സിൻ 5. അതുകൊണ്ട് അതിനൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒരു മാർക്കർ. അനക്സിൻ 5 ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് ഇലക്ട്രോഫോറസിസ് വഴിയും നമുക്ക് ചെയ്യാം. ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ലാഡർ അപ്പിയറൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സ്റ്റെപ്പ് ലാഡർ അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ബിക്കോസ് ഓഫ് ദിസ് എൻഡോന്യൂക്ലിയസസ് വഴി DNA ഫ്രാഗ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ്, DNA സ്പ്ലിറ്റ് ടു മൾട്ടിപ്പിൾ പീസസ്, അത് അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രോഫോറസിസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോപ്റ്റോസിസ് ആൻഡ് നെക്രോസ് ആണ്. അത് നമുക്ക് നെക്രോസ് കഴിഞ്ഞിട്ട് ആ വീഡിയോയിൽ സമയമുണ്ടെങ്കിൽ അതിനകത്ത് പറയാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അബൌട്ട് അപ്പോപ്റ്റോസിസ്. താങ്ക് യു ഫോർ വാച്ചിങ്.